ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലത്തെ സോഷ്യൽ സയൻസിൻ്റെ സെക്കൻഡ് ടേം എക്സാമിൻ്റെ ആൻസർ കീയാണ്. അതായത് നിങ്ങൾക്ക് ഇന്ന് നടന്നിട്ടുള്ള എസ്എസ്സിൻ്റെ ആൻസർ കീയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് നിർദ്ദേശങ്ങളുണ്ട്, അതായത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം കിട്ടും. ആ ഒരു ടൈമിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒട്ടാകെ 8 ചോദ്യങ്ങൾ അല്ലെ 8 ആക്ടിവിറ്റിയാണുള്ളത്. അതിലേതെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന 6 ആക്ടിവിറ്റിക്ക് ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന 6 ആക്ടിവിറ്റിക്ക് അല്ലെങ്കിൽ 6 ചോദ്യങ്ങൾക്ക് സബ് ചോദ്യങ്ങൾ ഉണ്ടാകും. ഓക്കെ, ABC എന്ന് പറഞ്ഞിട്ടുള്ള സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതും നിങ്ങൾ എഴുതിയിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ ചോദ്യത്തിലോട്ട് പോകാം. ഇനി നമുക്ക് നേരെ ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ഇവിടെ ഒരു ചെറിയൊരു കാർട്ടൂൺ ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു ചെറിയ 2 ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരാൾ പറയാണ്, രാമു നീ ഇന്നും വെറുതെ ഇരിക്കുകയാണല്ലോ, തൊടിയിലെ തേങ്ങയിടാൻ എത്ര നാളായി ഞാൻ നിന്നെ വിളിക്കുന്നു. അപ്പോൾ ആ പണിക്കാരെന്താ പറയുന്നത്, വരാം നാളെയാകട്ടെ, അങ്ങനെയാണ് പറയുന്നത്. ഇനി ഇവിടുത്തെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം, സബ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണ്, രാമുവിൻ്റെ അലസമായ മറുപടിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, എന്തുകൊണ്ട്? അപ്പോൾ ഈ ഒരു മറുപടിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇല്ലല്ലേ, എന്തുകൊണ്ടാണ്? ആൻസറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇന്ന് ഉപയോഗിക്കേണ്ട അധ്വാനശേഷി ഇന്ന് ഉപയോഗിച്ചില്ല എങ്കിൽ അത് നഷ്ടമാകും. അതേപോലെ തന്നെ തൊഴിലിനുള്ള അവസരം നഷ്ടപ്പെടുത്തരുത്. പിന്നെ ഇന്നുള്ള അധ്വാനശേഷി അടുത്ത ദിവസത്തേക്ക് കരുതി വെക്കാനാവില്ല. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഉത്തരം എഴുതിയതെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്കാണ് ലഭിക്കുന്നത്. ഇനി ബി ചോദ്യമാണ്. ബി ചോദ്യം, ഉൽപാദന ഘടനം എന്ന നിലയിൽ ഭൂമിയിൽ ഉൾപ്പെടുന്ന പ്രകൃതി വിഭവങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ ഇവിടെ ആൻസറായിട്ട് നോക്കിക്കേ, താഴെ കൊടുത്ത ബി എന്നുള്ളത് നോക്കുക. മണ്ണ്, ജലം, വനങ്ങൾ, വായു, കൽക്കരി, സൂര്യപ്രകാശം. ഇതിൽ ഏതെങ്കിലും 4 എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് ലഭിക്കും. ഏതെങ്കിലും ഒന്നെങ്കിൽ മണ്ണ് എഴുതാ, ജലം എഴുതാ, അല്ലെങ്കിൽ വനങ്ങൾ, വായു. അപ്പോൾ ഇതിലേതെങ്കിലും എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്കാണ് ലഭിക്കുന്നത്. ഇനി ഇവിടുത്തെ സി ചോദ്യമാണ്, നൽകിയിരിക്കുന്നവയിൽ മൂലധനത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മൂലധനത്തിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് നോക്കിക്കേ. എ കമ്പ്യൂട്ടർ, ബി ഫാക്ടറി, സി വൈദ്യുതി, ഡി തൊഴിൽ. ഏതാണ് ഉൾപ്പെടാത്തത്? ഉത്തരം ഡി ആണ്, തൊഴിലാണ് ഉൾപ്പെടാത്തത്. അപ്പോൾ ഇതിന് 1 മാർക്കാണ്. ഈ ഒരു ആക്ടിവിറ്റിക്ക് മുഴുവനായിട്ട് 5 മാർക്കാണ് ലഭിക്കുന്നത്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 2 ആണ്. ഓരോ കാലാവസ്ഥാ മേഖലയ്ക്കും തന്നതായ സവിശേഷതകളുണ്ട്. ഇവിടുത്തെ ചോദ്യമാണ്, ചിത്രത്തിൽ കാണുന്നത് ഏത് ജനവിഭാഗമാണ്? ഇവിടെ കാണിച്ചിരിക്കുന്നത് ഏത് ജനവിഭാഗമാണ്? പിഗ്മികളാണ് അല്ലേ. ഇനി ബി ചോദ്യമാണ്, നൽകിയിരിക്കുന്ന സൂചനകൾ അടിസ്ഥാനമാക്കി ഈ ജനവിഭാഗത്തിൻ്റെ സവിശേഷതകൾ എഴുതാനാണ്. അപ്പോൾ ഇവിടെ സൂചന കൊടുത്തിട്ടുണ്ട്, ഭക്ഷണം, വസ്ത്രം, വീട്, ശരീര പ്രകൃതി. അപ്പോൾ ഇതൊക്കെ ഇവരുടെ എങ്ങനെയാണെന്ന് എഴുതണം. അവരുടെ ഭക്ഷണം എങ്ങനെയാണ്, അവരുടെ വസ്ത്രം എങ്ങനെയാണ്, വീട് എങ്ങനെയാണ്, ശരീര പ്രകൃതി എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. അതിൻ്റെ ഉത്തരമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്, ബി എന്ന് പറഞ്ഞത്. ഉയരം കുറഞ്ഞ ശരീരപ്രകൃതി, അതേപോലെ ഇരുണ്ട നിറമാണ്. പിന്നെ കായ്കനികൾ, പിന്നെ വേട്ടയാടിയാണ് മാംസം കഴിക്കാറുള്ളത്. പിന്നെ മരച്ചീനി, കസാവ എന്നിവയാണ് ഇവരുടെ ഭക്ഷണം എന്ന് പറയുന്നത്. ഇവയുടെ വസ്ത്രം എന്ന് പറയുന്നത് മാനിൻ്റെ തൂകലും അതേപോലെ തന്നെ ഇലകളൊക്കെ വെച്ചിട്ടുള്ള വസ്ത്രങ്ങളാണ് ഇവർ ധരിക്കാറുള്ളത്. പിന്നെ വീടെന്ന് പറയുന്നത് മരച്ചില്ലകൾ, അതേപോലെ വലിയ ഇലകൾ, ഓല എന്നിവ കൊണ്ടുള്ള വീടാണ് ഇവർ നിർമ്മിക്കാറുള്ളത്. അപ്പോൾ ഇത്രയും നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് ലഭിക്കും. അതേപോലെ ആദ്യത്തെ ചോദ്യത്തിന് ഇവിടെ 1 മാർക്കാണ്. ഈ ഒരു ആക്ടിവിറ്റിക്ക് മുഴുവനായിട്ട് 5 മാർക്കാണ് ലഭിക്കുക. ഇനി അടുത്തത് പ്രവർത്തനം 3 ആണ്. മധ്യകാല യൂറോപ്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെയാണ് താഴെ നൽകിയിരിക്കുന്നത്. രാജാവ്, പ്രഭുക്കന്മാർ, ഇടപ്രഭുക്കന്മാർ, കർഷകർ. ഇനി ഇവിടുത്തെ ചോദ്യമാണ്, മധ്യകാല യൂറോപ്പിലെ വിവിധ സാമൂഹ്യ വിഭാഗങ്ങളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് നമ്മൾ കുറിപ്പ് എഴുതുമ്പം ഓരോ വിഭാഗത്തിനെ കുറിച്ചും പറയണം. അപ്പോൾ നിങ്ങളിതെന്ത് ചെയ്യുക, ഞാനിവിടെ പോയിൻ്റാണ് പറയുന്നത്, നിങ്ങളിതൊരു കുറിപ്പായിട്ട് നിങ്ങൾ എഴുതുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് വേണ്ട പോയിന്റുകളാണ് പറയുന്നത്. സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് രാജാവിനുള്ളത്. അതേപോലെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥനാണ്. പിന്നെ ഭൂമി പ്രഭുക്കന്മാർക്കൊക്കെ നൽകുന്നത് ഈ രാജാവാണ്. ഇനി പ്രഭുക്കന്മാരെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. പ്രഭുക്കന്മാർ രാജാവിന് സൈനിക സേവനം നൽകുന്നുണ്ട്. പിന്നെ ലഭിച്ച ഭൂമിയുടെ 1 ഭാഗം ഇടപ്രഭുക്കന്മാർക്ക് നൽകുന്നുണ്ട്. ഇനി പ്രഭുക്കന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രഭുക്കന്മാർക്ക് സേവനം നൽകി. ഇങ്ങനെയാണ്
ഈ 3 ആൾക്കാർ, അതായത് രാജാവ്, പ്രഭുക്കന്മാർ, അതേപോലെ ഇടപ്രഭുക്കന്മാരൊക്കെ കഴിയുന്നത്. ഇനി ലാസ്റ്റ് വരുന്നതാണ് കർഷകർ എന്ന് പറയുന്നത്. കർഷകർ എന്താണ്? ഏറ്റവും താഴെ തട്ടിലുള്ളവരാണ് കർഷകർ. പിന്നെ അവരുടെ പ്രത്യേകത എന്താണ്? സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗമാണ് കർഷകർ. പ്രഭുക്കന്മാരുടെ കൃഷിയിടങ്ങളിലും വീടുകളിലൊക്കെ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നവരൊക്കെ ആരാണ്? ഈ ഒരു കർഷകരാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറിപ്പായിട്ട് നിങ്ങൾ തയ്യാറാക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ 4 മാർക്കാണ് ലഭിക്കുന്നത്. ഇനി ഇവിടുത്തെ ബി ചോദ്യമാണ്. മധ്യകാല യൂറോപ്പിലെ നഗരങ്ങളിലെ കച്ചവടക്കാരുടെ കൂട്ടായ്മ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ മാനറുകൾ, ബി ഗിൽഡുകൾ, സി പ്രഭുക്കന്മാർ, ഡി ഫ്യൂഡലുകൾ. ഏത് പേരിലാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഗിൽഡുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിന് 1 മാർക്കാണ്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി മുഴുവനായിട്ട് 5 മാർക്ക്. ഇനി 4ാമത്തെ പ്രവർത്തനമാണ്. ഉഷ്ണ മരുഭൂമിക്ക് തന്നതായ കാലാവസ്ഥാ സവിശേഷതകളാണുള്ളത്. എ ചോദ്യം. ഉഷ്ണ മരുഭൂമികളിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത്, പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവും. രണ്ടാമത്തത്, എല്ലാ ദിവസവും ഉച്ചയ്ക്കു ശേഷം ഇടിമിന്നലോടുകൂടിയുള്ള മഴ. മൂന്നാമത്തത്, ശൈത്യകാലത്ത് വളരെ കുറഞ്ഞ അന്തരീക്ഷ താപം. 4, 6 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ശൈത്യകാലം. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ് വരിക? എ 1ഉം 2ഉം ആണോ, അല്ലെങ്കിൽ ബി 1ഉം 3ഉം ആണോ, സി 1ഉം 4ഉം ആണോ, അല്ലെങ്കിൽ ഡി 3ഉം 4ഉം ആണോ? ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ബി ആണ്. അതായത് 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇതാണ് പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവും, അതേപോലെ തന്നെ ശൈത്യകാലത്ത് വളരെ കുറഞ്ഞ അന്തരീക്ഷ താപം. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ശരിയല്ല എല്ലാവരും എഴുതിയത്? ഇനി ബി ചോദ്യമാണ്. നൽകിയിട്ടുള്ള ജീവികൾ ഏതു കാലാവസ്ഥാ മേഖലകളിലാണ് കാണപ്പെടുന്നത്? പട്ടിക പൂർത്തിയാക്കുക. ലെമർ, തത്ത, ഒട്ടകം, സീൽ, കഴുത, നീർക്കുതിര, കുതിര, ധ്രുവക്കരടി. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ തന്നിരിക്കുന്ന ജീവികൾ. ഇനി ഇത് താഴെ തന്നിട്ടുള്ള ആ ഒരു പട്ടികയിൽ പൂരിപ്പിക്കാനാണ്. മധ്യരേഖാ കാലാവസ്ഥാ മേഖലകളിൽ കാണപ്പെടുന്ന ജീവി ഏതാണ്? ഉഷ്ണ മരുഭൂമികളിൽ കാണപ്പെടുന്ന ജീവി ഏതാണ്? അതേപോലെ ദ്രുത മേഖലകളിൽ കാണപ്പെടുന്ന ജീവി ഏതാണെന്ന് പൂരിപ്പിക്കണം. അപ്പോൾ ആൻസറാണ് മുകളിൽ കൊടുത്തത്. അതായത് മധ്യരേഖാ കാലാവസ്ഥയിൽ കാണപ്പെടുന്നതാണ് തത്ത, നീർക്കുതിര. പിന്നെ രണ്ടാമത്തതിൽ, അതായത് ഉഷ്ണ മരുഭൂമികളിൽ കാണപ്പെടുന്നതാണ് കഴുത, ഒട്ടകം, കുതിര. ഇനി മൂന്നാമത്തതിൽ ഏതൊക്കെയാണ് ജീവികൾ? സീല്, ധ്രുവക്കരടിയൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എഴുതിയത് ശരിയാണല്ലോ. അതായത് ആദ്യത്തെ ടേബിളിൽ വരുന്നത്, ആദ്യത്തെ ആ ഒരു കോളത്തിൽ വരുന്നത് തത്ത, നീർക്കുതിര, ലെമർ. പിന്നെ രണ്ടാമത്തതിൽ ഒട്ടകം, കുതിര, കഴുത. മൂന്നാമത്തതിൽ സീല്, ധ്രുവക്കരടി. അപ്പോൾ ഇത് ശരിയാണെങ്കിൽ 3 മാർക്ക് ലഭിക്കുക. ഇനി ഇവിടുത്തെ സി ചോദ്യമാണ്. ഭൂമധ്യരേഖയുടെ വടക്ക് 30 ഡിഗ്രിക്കും 65 ഡിഗ്രിക്കും ഇടയിൽ കാണപ്പെടുന്ന താപീയ മേഖല ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഏതു പേരിലാണ്? സി നോക്കിക്കേ, മിതോഷ്ണ മേഖലയിലാണ് അറിയപ്പെടുന്നത്. ഇതൊക്കെ ശരിയല്ലേ? അപ്പോൾ ഇതിന് 1 മാർക്കാണ്. അങ്ങനെ ഈ ഒരു ആക്ടിവിറ്റിക്ക് ടോട്ടലായിട്ട് 5 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇനി പ്രവർത്തനം 5 പറയാൻ പോകുന്നത്. എ ചോദ്യമാണ്. ഭൂമിയുടെ 2 ചലനങ്ങളാണ് ഭ്രമണവും പരിക്രമണവും. സവിശേഷതകൾക്കനുസരിച്ച് പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വീണ്ടും ഒരു പട്ടികയാണ്, അത് നിങ്ങൾ പൂർത്തിയാക്കണം. നോക്കിക്കേ, സവിശേഷതകൾ: ചലനം, സമയം, അതേപോലെ ഫലങ്ങൾ. ഭ്രമണത്തിലാണെങ്കിൽ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു. എന്നാൽ പരിക്രമണം എങ്ങനെയാണ്? അപ്പോൾ അതിൻ്റെ ആൻസറാണ് താഴെ കൊടുത്തത്. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു. അപ്പോൾ പരിക്രമണവും അതേപോലെ തന്നെ ഭ്രമണവും നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഭ്രമണം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഭൂമി കറങ്ങുന്നത്, പരിക്രമണം എന്ന് പറഞ്ഞാൽ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നത് തന്നെയാണ്. ഈ സമയം ഭ്രമണത്തിനാണെങ്കിൽ എങ്ങനെയാണ്? അവിടെ നമ്മൾ പൂരിപ്പിക്കണം ബി 24 മണിക്കൂർ, അതായത് 1 ദിവസമാണ് ഭ്രമണം നടക്കുന്നത്. പിന്നെ പരിക്രമണമാണെങ്കിൽ 365ഉം 1/4 ദിവസമാണ്. ഇനി ഫലങ്ങൾ, ഭ്രമണത്തിന് രാത്രിയും പകലും ഉണ്ടാകുന്നു. എന്നാൽ പരിക്രമണത്തിനോ? അതെ, വിവിധ കാലങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇങ്ങനെ നിങ്ങൾ പൂരിപ്പിച്ചാൽ ഇതിന് ലഭിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 3 മാർക്കാണ്. ഇനി ബി ചോദ്യമാണ്. സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഉത്തരം എന്താണ്? ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറു നിന്ന് കിഴക്കോട്ട് ആയതിനാൽ. ഓക്കെ, ഭൂമി കറങ്ങുന്നത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാൽ.
ഇത് നിങ്ങൾ ശരിയായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്കാണ്. ഇനി സി ചോദ്യമാണ്, നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ സൗരയൂഥവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ ഏതാണ്? എ, എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ വലം വയ്ക്കുന്നു. ബി, സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ്. സി, എല്ലാ ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങളുണ്ട്. ഡി, എല്ലാ ഗ്രഹങ്ങൾക്കും സ്വന്തമായി ഭ്രമണപഥമുണ്ട്. അപ്പോൾ ഏതാണ് ഇവിടെ ശരിയല്ലാത്തതാണ് ചോദിച്ചത്, ബന്ധമില്ലാത്തതാണ് ചോദിച്ചത്. ഏതാണ്? സി ആണ്. എല്ലാ ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങളുണ്ടെന്ന് പറയുന്നതാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്കാണ് ലഭിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 5 മാർക്കാണ് ഈ ഒരു ആക്ടിവിറ്റിക്ക്. ഇനി 6ാമത്തെ പ്രവർത്തനമാണ്, ചിത്രങ്ങൾ നിരീക്ഷിച്ച് വിജയനഗര രാജാക്കന്മാരുടെ നിർമ്മിതി ഏതെന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ എ, വിട്ടലസ്വാമി ക്ഷേത്രമാണോ അല്ലെങ്കിൽ ചെങ്കോട്ടയാണോ, കാമാങ്ക്യ ക്ഷേത്രമാണോ, കുത്തബ് മിനാറാണോ? ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? അതെ, വിട്ടല സ്വാമി ക്ഷേത്രമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ബി ചോദ്യമാണ്, ചിത്രം എയും ബിയും നിരീക്ഷിച്ച് അവയുടെ വാസ്തുവിദ്യാ രീതി താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ ബി ചോദ്യം എഴുതേണ്ടത് ഒരു കുറിപ്പാണ്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് കൊടുത്ത് നോക്കിക്കുക എന്താണെന്ന്. അപ്പോൾ ആദ്യത്തേത് എ, അതായത് വിട്ടലസ്വാമി ക്ഷേത്രം എങ്ങനെയാണ് നിർമ്മിച്ചതെന്നാണ് പറയുന്നത്. പാറകൾ ചെത്തി മിനുക്കി നിർമ്മിച്ച ബഹുനില ക്ഷേത്രമാണ്. അതേപോലെ ക്ഷേത്രങ്ങളോട് ചേർന്ന് മണ്ഡപങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെന്താണ്? അലങ്കാര പണികളുള്ള തൂണുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ വിപുലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര പോയിന്റുകൾ വെച്ചിട്ട് നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കണം എൻ്റെ. ഇനി ബീൻ്റെ കുറിച്ചാണ്, അതായത് ചെങ്കോട്ടനെ കുറിച്ചാണ് പറയുന്നത്. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയാണ്. അതേപോലെ കമാനങ്ങളും താഴികക്കുടങ്ങളും മിനാരങ്ങളും. പിന്നെ 3ാമത്തെ പോയിന്റ്, പുഷ്പങ്ങളുടെയും സസ്യങ്ങളുടെയും രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. പിന്നെ കുമ്മായം, ചുവന്ന കല്ല്, മാർബിൾ ഉപയോഗിച്ചിട്ടുണ്ട് നിർമ്മിക്കാൻ. പിന്നെ നിർമ്മിതികളോട് ചേർന്ന് വിശാലമായിട്ടുള്ള പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഇതിൽ ഈ 2 എണ്ണത്തിലും കൂടെ ഏതെങ്കിലും 2 പോയിന്റുകൾ അതിൽ നിങ്ങളുടെ കുറിപ്പിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 4 മാർക്ക് ലഭിക്കും. ഓക്കെ, അതായത് വിട്ടലസ്വാമി ക്ഷേത്രത്തിനെ കുറിച്ച് ഈ പോയിന്റുകളിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ, അതേപോലെ ചെങ്കോട്ടയെക്കുറിച്ച് ഏതെങ്കിലും 2 പോയിന്റുകൾ നിങ്ങളുടെ കുറിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് 4 മാർക്കാണ് ലഭിക്കുക. അപ്പോൾ നിങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 7 ആണ്. വാസ്തുവിദ്യ കൂടാതെ മധ്യകാല ഇന്ത്യയിൽ സംഗീതരംഗവും സാഹിത്യരംഗവും പുരോഗതി നേടി. ഇവിടുത്തെ എ ചോദ്യമാണ്, ഹിന്ദുസ്ഥാനി സംഗീത ശൈലി രൂപം കൊള്ളാൻ ഇടയായ സാഹചര്യം എന്തായിരുന്നു? അപ്പോൾ ഉത്തരം എന്താണ്? സൽത്തനത്ത്, അതായത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ടു. അപ്പോൾ സൽത്തനത്ത് എന്ന ആ ഒരു പോയിന്റ് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്കാണ് ലഭിക്കുക. ഇനി ബി ചോദ്യമാണ്, ഖവാലി എന്ന സംഗീത രൂപത്തിൻ്റെ വളർച്ചയിൽ പ്രധാന പങ്കുവഹിച്ച സംഗീതജ്ഞൻ ആരായിരുന്നു? അമീർ ഖുസ്രു ആണ്. അപ്പോൾ അത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക്. ഇനി അടുത്ത സി ചോദ്യമാണ്, ഭക്തി പ്രസ്ഥാനയിലൂടെ വികാസം പ്രാപിച്ച ഭാഷകളുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയാക്കാനാണ്. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, പ്രാദേശിക ഭാഷകൾ, പിന്നെ സാഹിത്യകൃതികൾ, രചയിതാക്കൾ, മലയാളം, അധ്യാത്മ രാമായണം. അതാരാണ് എഴുതിയത്? ആൻസർ എന്താണ്? എഴുത്തച്ഛനാണ്. ഇനി അടുത്തത് പ്രാദേശിക ഭാഷകൾ ഹിന്ദി, സാഹിത്യകൃതികൾ ബി, അവിടെ നിങ്ങൾ എഴുതണം രചയിതാക്കൾ തുളസീദാസാണ്. അപ്പോൾ ബീൻ്റെ ആൻസർ അവിടെ എന്താണ് വരുന്നത്? രാമചരിത മാനസ. ഇനി അടുത്തത് അവിടെ സാഹിത്യകൃതികൾ മഹാഭാരതം കൊടുത്തിട്ടുണ്ട്, രചയിതാക്കൾ നന്നയ്യ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രാദേശിക ഭാഷ ഏതായിരുന്നു അതിൻ്റെത്? അത് തെലുങ്കാണ്. ഇനി DEF അത് നമ്മൾ പൂരിപ്പിക്കാനാണ്. അതിൽ നിങ്ങൾക്ക് ഏതൊക്കെ എഴുതാം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പ്രാദേശിക ഭാഷ, അതിൻ്റെ സാഹിത്യകൃതികളും രചയിതാക്കളുടെ പേരും എഴുതിയാൽ നിങ്ങൾക്ക് ഇവിടെ 3 മാർക്കാണ് ലഭിക്കുക. അങ്ങനെ ആ ഒരു ആക്ടിവിറ്റിക്കും ടോട്ടൽ 5 മാർക്കാണുള്ളത്. ഇനി ലാസ്റ്റ് പ്രവർത്തനമാണ്. ഈ ഒരു പ്രവർത്തനത്തിൽ ഇവിടെ ഒരു മാപ്പാണ് കൊടുത്തത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള AV ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടുത്തെ A ചോദ്യമാണ്, അക്ഷാംശം വടക്ക് 10 ഡിഗ്രിക്കും 15 ഡിഗ്രിക്കും ഇടയിൽ ശക്തമായ കൊടുങ്കാറ്റ് വീശിയടിക്കുമെന്ന് കാലാവസ്ഥ മുന്നറിയിപ്പ്. ഇന്ത്യയിലെ ഏതെല്ലാം സംസ്ഥാനങ്ങളെയാണ് ഇത് ബാധിക്കാൻ സാധ്യത? രൂപരേഖയുടെ സഹായത്തോടെ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ ആ ഒരു മാപ്പ് നോക്കുക. ഏതൊക്കെയാണ് പറഞ്ഞത്? വടക്ക്
10 ഡിഗ്രിക്കും 15 ഡിഗ്രിക്കും ഇടയിലാണ് ശക്തമായിട്ടുള്ള കൊടുങ്കാറ്റ് വീശാനുള്ള സാധ്യത. അപ്പോൾ ആൻസറായിട്ട് വരിക കേരളം, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗോവ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 4 എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്കാണ് ലഭിക്കുക. ഇനി ബി ചോദ്യമാണ്, കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ഇവിടെ എ ഉത്തരായന രേഖ, ബി ദക്ഷിണായന രേഖ, സി അന്താരാഷ്ട്ര ദിനാങ്ക രേഖ, ഡി ആർട്ടിക് വൃത്തം. ഏതാണ് ഇതിൽ ഉൾപ്പെടാത്തതെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? സി ആണ്. അതായത് അന്താരാഷ്ട്ര ദിനാങ്ക രേഖയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അതിന് 1 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്